ഇപ്പോൾ നിലവിൽ പാകിസ്ഥാനെതിരെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം സ്വീകരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇന്ത്യയെ ഈ ഒരു ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യക്ക് എന്തായാലും ആ മേഖലയിൽ ഒരു റീജിയണൽ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ ആ വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ഒരു കൺട്രിയാണ്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലാണെങ്കിലും അല്ലാതെയൊക്കെ. അപ്പം സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രത്തെ പൂർണ്ണമായി അവഗണിക്കേണ്ട ആവശ്യം ഇന്ത്യക്കില്ല. പ്രത്യേകിച്ച് ഇറാൻ വീക്കായ ഒരു സാഹചര്യത്തിൽ, റഷ്യ ആണെങ്കിൽ യുക്രൈൻ വാറിൻ്റെ തിരക്കിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ പോലെ അത്രയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു കൺട്രിയെ ഇന്ത്യ പൂർണ്ണമായും എന്തിനാണ് വിട്ടുകൊടുക്കേണ്ട ആവശ്യം? കാരണം ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനെതിരെയുള്ള എല്ലാ നീക്കങ്ങളെയും ഇന്ത്യ പിന്തുണയ്ക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ശത്രു രാജ്യമായ, നമ്മുടെ രാഷ്ട്രത്തെ തകർക്കാൻ ശ്രമിക്കുന്ന, ക്രോസ് ബോർഡർ ടെററിസവുമായി മുന്നോട്ട് പോകുന്ന ഒരു കൺട്രിക്കെതിരെ ഏത് നിലപാടും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ, 58 പാകിസ്ഥാൻ സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ആ ഒരു ബോർഡറിലുണ്ട്. അതായത് പാകിസ്ഥാനിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രോസ് ബോർഡർ ടെററിസം ഡെവലപ്പ് ചെയ്യാനോ ഇപ്പം സമയമില്ലാത്തൊരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. കാരണം അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാനെതിരെ കടുത്ത നിലപാടാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം സ്വീകരിക്കുന്നത്. അവരുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നിട്ട് പാകിസ്ഥാനെ വാൺ ചെയ്തു. അതുമാത്രമല്ല, അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണ് ഭീകരവാദത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. ഇതൊക്കെ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് വിജയം തന്നെ